ഗൈസ് അടിപൊളിയായിരിക്കണം. എല്ലാവരും നോട്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം ഗൈസ്. അപ്പോൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലാ. ന്യൂട്ടൺ ഇല്ലാതെ ഫോഴ്സ്. ന്യൂട്ടൺ സെക്കൻഡ് ലാ ആണ് ഗൈസ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ന്യൂട്ടൺ സെക്കൻഡ് ലാ സേസ് ദാറ്റ് ദ ഫോഴ്സ് ഇസ് ദ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടൈം. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഡിഫറൻസ് എടുത്തേ പറ്റൂ. ചേഞ്ച് ഇൻ മൊമെന്റം ഗൈസ്. ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം ഗൈസ്. ദിസ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലാ. The rate means divided by time. Rate of change എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എടുത്തോ. ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം, അതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് കോൾഡ് ഫോഴ്സ്. എന്തുവാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് കോൾഡ് ഫോഴ്സ് ഗൈസ്. ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അടുത്ത സ്റ്റെപ്പിൽ എഫ് ഈസ് ഈക്വൽ ടു എന്താണ് ഫൈനൽ മൊമെന്റം? മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. എന്താണ് ഇനിഷ്യൽ മൊമെന്റം? മാസ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം വിൽ ബി ദയർ ഗൈസ്. ആൻഡ് ഇവിടെയും മാസ് കോൺസ്റ്റന്റ്. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എം പിന്നെ വി മൈനസ് യു ബൈ ടി. വി മൈനസ് യു ബൈ ടി. എന്താണ് ഈ വി മൈനസ് യു ബൈ ടി? v minus u by t is called acceleration guys. So acceleration equal to v minus u by t. അങ്ങനെ f is equal to ma എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഒരു എക്സ്പ്രഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി അമ്മ എന്നല്ലേ? അതാണ് ബലം. അമ്മ ദ ഫോഴ്സ് ഈക്വൽ ടു എം എ ദ ബലം. അമ്മ ഫോഴ്സ് ഈക്വൽ ടു എം എ അമ്മ. ഓക്കെ ഗൈസ്, അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എഴുതിക്കോ. എ ബോൾ ഓഫ് മാസ് 2 kilogram is throwing with the speed of 10 meters per second into the wall and it retraces in 2 seconds. Okay, what is the force exerted by the ball on the wall guys? Yes, ഇവിടെ നോക്കിക്കോ. ഇതാണ് നമ്മുടെ വാൾ ഗൈസ്. വാൾ. And here we have a ball of mass 2 kilogram. Ball of mass 2 kilogram is throwing into the wall with the velocity 10 meter per second. The velocity 10 meter per second. Yes guys, ഒരു ബോളിനെ വാളിലോട്ട് ത്രോ ചെയ്യാണ് with the velocity 10 meter per second. In 2 seconds, it retraces its path. What do you mean by retrace guys? വന്ന വഴി തിരിച്ചു പോയാൽ retrace. എന്തോന്നാണ് റീട്രേസ്? വന്ന വഴി തിരിച്ചു പോയാൽ റീട്രേസ്. ഓക്കെ, അപ്പോൾ ഈ ബോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ വാളിൽ ഇടിച്ചിട്ട് ഫൈനലി ഓക്കെ, അപ്പോൾ ഫൈനലി എന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി ബി ഈക്വൽ ടു ഈ വന്ന വഴി തിരിച്ചു പോകണമെങ്കിൽ ആ ബോളിന് അതേ 10 meter per second ഉണ്ടായിരിക്കണം ഗൈസ്. വെലോസിറ്റി ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി, സോ വി ഹാവ് ടു പുട്ട് ദ എക്സ്ട്രാ മൈനസ് ഇൻ ദെയർ. ഓക്കെ അല്ലേ? ദെൻ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? ഫോഴ്സ് ആണ് കാണേണ്ടത്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ബി മൈനസ് യു ബൈ ടി. മാസ് ഈസ് ദെയർ ഗൈസ് 2. Okay, and velocity, final velocity is -10. മറന്നു പോകരുത്, -10. The formula demanding the minus sign. You always be 10 guys divided by 2. ഓക്കെ, നമ്മുടെ ആൻസറിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയുള്ള 2 എന്നൊക്കെ നൈസായിട്ട് കട്ട് ചെയ്ത് കളയാം. Then your answer will be -20 Newton. This is the force exerted by the ball on the wall guys. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് what you have to do guys, be with a smart class. Okay, അങ്ങനെ പാട്ട് പാടി പോയാൽ പറ്റും. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഓൺലി പ്ലീസ് ലിസൺ ടു മീ ഗൈസ്. ദിസ് ഈസ് എ വാൾ. ഇതൊരു വാളാണ്. ഹിയർ വി ഹാവ് ടു കൺസിഡർ ബോൾ ഓഫ് മാസ് എം മാസ് ഉള്ളൊരു ബോളിനെ ഞാൻ കൺസിഡർ ചെയ്യാണ്. നൗ ഇറ്റ് ഈസ് ടോയിങ് വിത്ത് ദ വെലോസിറ്റി കോൾഡ് യു ഗൈസ്. യു എന്ന് പറയുന്ന സ്പീഡിൽ അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എറിയാണ് ഗൈസ്. ബട്ട് നൗ വാട്ട് എക്സാക്ട്ലി ഹാപ്പനിങ് ഹിയർ ഈസ് ഇവിടെ ഗ്രൗണ്ടുമായിട്ട് അല്ലെ ഈ വാളുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്നെടുത്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, വാട്ട് ഈസ് എ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോൾ ഓൺ ദ വാൾ ഫോർ ദ ടൈം t when it rebound എന്നാണ് പറഞ്ഞിരിക്കുന്നത്, റീട്രേസ് എന്നല്ല. അപ്പോൾ റീബൗണ്ട് എന്ന് പറഞ്ഞാൽ വന്നിട്ട് എവിടെ കൂടി ഇങ്ങനെ പോയാൽ മതി ഗൈസ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തെറിച്ച് പോകുമ്പോൾ
ഇവൻ ഇവിടെ നിന്ന് ഇങ്ങനെ ബൗൺസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോഴേക്കും ഗൈസ് വെലോസിറ്റി യു ആയിരിക്കും ആൻഡ് ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഉറപ്പായിട്ടും തീറ്റ ആയിരിക്കും ഗൈസ്. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോൾ ഓൺ ദ വാൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ ബി വിത്ത് സ്മാർട്ട് ക്ലാസ് ഗൈസ്. നമ്മുടെ വീഡിയോസ് ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ദാണ്ട് ഇവിടെ നോക്കിക്കോ ഗൈസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇവിടെ ശ്രദ്ധിക്കണം ഗൈസ്. ഈ ബോൾ ഇവിടെ വന്ന് ഈ വാളിൽ എവിടെയാണോ വന്ന് വീഴുന്നത് അവിടെ ഇങ്ങനെ ഒന്ന് തടവിയിട്ട് ഒരൊറ്റ വെട്ടെന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ വരയ്ക്കണം ഗൈസ്. ബോൾ എവിടെയാണോ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് അവിടെ ആദ്യം ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം ഗൈസ്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. യു എന്ന് പറയുന്നത് എവിടെയോ നിൽക്കുകയാണ്, നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. യു എന്ന് പറയുന്നതാണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് യുവിനെ ഈ പറയുന്ന പെർപെൻഡിക്കുലറിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ അങ്ങ് മനസ്സിലാക്കുക ഗൈസ്. യു എന്ന് പറയുന്നത് ഇങ്ങനെ ചരിഞ്ഞല്ലേ നിൽക്കുന്നത്, അത് പറ്റൂല. നമുക്കതിനെ എവിടെ കൊണ്ടുവരണം? ഈ യുവിനെ ഈ റെഡ് കളറിൽ ഞാനിപ്പം വരച്ച പെർപെൻഡിക്കുലർ ലൈനിലേക്ക് ആ യുവിനെ കൊണ്ടുവരണം. അതെങ്ങനെ പോസിബിൾ ആവൂടെ? അടിപൊളിയുടെ ഇതല്ലേടെ യു. യു എന്ന് പറയുന്ന ഈ വെലോസിറ്റി ഈ വാളുമായിട്ടാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. ഈ റെഡ് കളറുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നില്ല. ആംഗിൾ ഉണ്ടാക്കാത്ത സ്ഥലത്തേക്ക് യുവിനെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഗൈസ് യു സൈൻ തീറ്റ വിത്ത് കുന്തം മീൻസ് ഈ ആരോ മാർക്ക് അതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. ഇതാണ് ആരോ മാർക്കിൻ്റെ ഡയറക്ഷൻ, അതുപോലെ വെച്ച് കൊടുക്കണം ഗൈസ്. ഓക്കെ ആണോ? അതേപോലെ തന്നെ ദാണ്ട് ഇവിടെ നോക്കിക്കോ, ഇവിടെ ഒരു യു ഉണ്ട്. ഈ യു എന്ന് പറയുന്നത് ഇവിടുത്തെ വാളുമായിട്ടാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. ഈ റെഡ് കളറുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്നില്ല. അപ്പം യുവിനെ പിടിച്ച് ഈ റെഡ് കളറിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അതും യു സൈൻ തീറ്റ വിത്ത് കുന്തം. ഈ കുന്തം അവിടെ വേണോടെ, കുന്തം ഇത്രയേ ഉള്ളൂ. ആംഗിൾ ഇല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ സൈൻ തീറ്റ ഇട്ട് കൊടുത്താൽ മതി. ആംഗിൾ ഇല്ലാത്തടത്ത് സൈൻ തീറ്റ. കൂടുതൽ കൺഫ്യൂഷൻ വേണ്ട കേസ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോട്ടെ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റിയാണ്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെക്റ്റാർ ക്വാണ്ടിറ്റിയാണ്. അതായത് യു സൈൻ തീറ്റ ഇങ്ങോട്ട്, ഈ യു സൈൻ തീറ്റ അങ്ങോട്ട്. അപ്പോൾ ഇവൻ ഒരു മൈനസ് സൈൻ ഇടണം വെക്റ്റാർ ഡയറക്ഷൻ കാണിക്കാൻ. യു സൈൻ തീറ്റ ഇങ്ങോട്ട്, യു സൈൻ തീറ്റ അങ്ങോട്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ യു സൈൻ തീറ്റയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു മൈനസ് സൈൻ ഇടും, മൈനസ് യു സൈൻ തീറ്റ. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഈ റെഡ് കളറിലുള്ള ആളുകളെ എടുക്കാവൂ, വേറെ ഒരുത്തന്മാരെ എടുക്കരുത്. ഇവന്മാരെ രണ്ടുപേരെ നമ്മൾ എടുക്കാവൂ. അപ്പോൾ ഫോഴ്സ് കാണാൻ പോവാണ്. ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്താ ഫോമിൽ എന്താ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. എം വി മൈനസ് യു ബൈ ടി മാറ്റി എഴുതാം. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഒന്നിവിടെ നോക്കിയേ, യു സൈൻ തീറ്റ മൈനസ് യു സൈൻ തീറ്റ. ഇതിൽ ആരാ ഫൈനൽ ഇങ്ങനെ വന്ന് ഇടിച്ചത്? യു സൈൻ തീറ്റ. തെറിച്ച് പോയത് മൈനസ് യു സൈൻ തീറ്റ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഫൈനൽ എന്ന് പറയുന്നത് മൈനസ് യു സൈൻ തീറ്റ ആയിരിക്കും ഗൈസ്. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ബ്രാക്കറ്റിൽ ഞാൻ എഴുതുകയാണ് മൈനസ് യു സൈൻ തീറ്റ. ദാറ്റ് ഈസ് എ ഫൈനൽ ഗൈസ്. ഓക്കെ, ആൻഡ് ഫോമിൽ ഡിമാൻഡ് ചെയ്യുന്ന മൈനസ് ഞാൻ അതുപോലെ ഇട്ടു. രണ്ടാമത് ദെൻ ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ടുള്ള ആരാ? യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ടൈം ഗൈസ്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഈ ലെറ്റേഴ്സിനെ ഒന്നും എടുക്കത്തില്ല. ഈ തടവി കുത്തി കെട്ടിയ ഒരു വരയുണ്ടല്ലോ പെർപെൻഡിക്കുലർ, അവിടെ ഉള്ള നമ്പേഴ്സിനെയൊക്കെ നമ്മൾ എടുക്കാവൂ. ഒരു നമ്പറിനെ എടുക്കരുത്. അതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിൻ്റെ നമ്പർ. ഓക്കെ ആണേ? എല്ലാവരും ഇവിടെ നോക്കിക്കോ. മൈനസ് യു സൈൻ തീറ്റ മൈനസ് യു സൈൻ തീറ്റ എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എന്ത് വരും? എം ഇൻറ്റു 2 മൈനസ് യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ടി. ആ മൈനസിനൊക്കെ നമുക്ക് ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഗൈസ് മൈനസ് 2m യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ടി. അടിപൊളി. ഇതിൽ വല്ല നമ്പേഴ്സൊക്കെ വന്നാൽ അത് വെച്ചെങ്കിൽ പ്രോബ്ലം ചെയ്യണം. അടിപൊളിയല്ലേ ഗൈസ്? പോലെ ഈ സെയിം ക്വസ്റ്റ്യൻ വേറെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ, ദാ നമ്മുടെ വാളിരിപ്പുണ്ട്, ദാ ഇവിടെ നമ്മുടെ ബോൾ ഇരിപ്പുണ്ട്. ബോളിന്റെ മാസ് എം എന്ന് വിചാരിച്ചോ. ഓക്കെ, ബോൾ ദാ വരികയാണ് ഗൈസ്, ദാ വാളിൽ വന്ന് വീഴുകയാണ് ഗൈസ് വിത്ത് ദ വെലോസിറ്റി വി എന്നാണ് ഞാനിപ്പോൾ എടുത്തത്. യുവിന് പകരം വി ആക്കി, അത്ര വേറെ ഒന്നുമില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ക്വസ്റ്റ്യനിൽ പറയാണ്, ഇവിടെ ഉള്ള പെർപെൻഡിക്കുലർ ബോൾ വന്ന് വീഴുന്ന സ്ഥലത്ത് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണമെന്ന് പറഞ്ഞില്ലേ, തടവി കുത്തി കിട്ടുന്ന വര. ആ വര ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ആംഗിൾ തന്നിരിക്കുകയാണ് തീറ്റ എന്ന്.
അതായത് ബി എന്ന് പറയുന്ന ഈ വെലോസിറ്റി റെഡ് കളറിലുള്ള പെർപെൻഡിക്കുലർ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക. എങ്കിൽ ഇതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? ഹൗ വി കാൽക്കുലേറ്റ് ദ ഫോഴ്സ് ഡ്യൂ ടു ദ ഹിറ്റിംഗ് ഓഫ് ദ ബോൾ വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ ഫോഴ്സ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാൻ പോവാണ് ഗൈസ്. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫൈനലി നമുക്ക് ഫൈനലി വേണ്ടത് ഫോഴ്സ് ആണ് ഗൈസ്. ഈ ബോൾ ഉറപ്പായിട്ടും റീട്രേസ് ചെയ്തല്ല, റിഫ്ലക്റ്റ് ചെയ്ത് പോകും. റിഫ്ലക്റ്റ് ചെയ്ത് പോകാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് റീബൗണ്ട് ചെയ്ത് പോകും, റീട്രേസ് അല്ല. റീട്രേസ് എന്ന് പറഞ്ഞാൽ വന്ന വഴി തിരിച്ചു പോകണം. ഇത് വന്ന് തിരിച്ചങ്ങ് പോകണേ, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകണമല്ലോ. ഓക്കെ, വിത്ത് ദ വെലോസിറ്റി ബി ആണ് ഗൈസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതായത് ഈ വന്ന വെലോസിറ്റി തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ആംഗിൾ തീറ്റ തന്നെ, അവിടെയും ആംഗിൾ തീറ്റ തന്നെ. ഓക്കെ ആണല്ലോ ഗൈസ്. അപ്പം ഞാൻ വീണ്ടും 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 പറയാണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന നമ്പേഴ്സ് അല്ല വേണ്ടത്. ഈ തടവി കുത്തി കിട്ടിയ ഈ റെഡ് കളർ ഉണ്ടല്ലോ നോർമൽ, ഇവിടെ ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാൽ ഇവിടെ വല്ല നമ്പേഴ്സും ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അവിടെ നമ്പേഴ്സിനെയൊക്കെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരും? ഈ വിയെ കണ്ടില്ലേ? ഞാൻ അപ്പുറത്തെ സൈഡിൽ നിൽക്കാം. ഈ വിയെ കണ്ടില്ലേ? ഈ വി എന്ന് പറയുന്നത് ഈ റെഡ് കളറുമായിട്ട് ഇപ്പം ആംഗിൾ മേക്ക് ചെയ്യാണ്. നേരത്തെ പ്രോബ്ലത്തിൽ മേക്ക് ചെയ്തില്ല. അപ്പോൾ വി എന്ന് പറയുന്നവൻ റെഡ് കളറുമായിട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ വിയെ പിടിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് വി കോസ് തീറ്റ. കുന്തം രൊമ്പ മുഖ്യം, അങ്ങോട്ടിരിക്കും. ഓക്കെ ആണല്ലോ. വീണ്ടും നോക്കിക്കോ, ഇവിടെ ഇനി ഇപ്പുറത്ത് വരാം. അതാണ്ട് ഇവിടെ നോക്കിക്കോ, ഇവിടെ വേറൊരു വി ഉണ്ട്. ഈ വിയെയും ഞാൻ ഈ റെഡ് കളറിലോട്ട് കൊണ്ടുവരികയാണ് ഗൈസ്. ഈ റെഡ് കളറിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈസ് തിരിഞ്ഞും പിരിഞ്ഞും നോക്കരുത്. കോസ് തീറ്റ, വി കോസ് തീറ്റ. ആംഗിൾ മേക്ക് ചെയ്തിട്ടില്ലെങ്കിൽ സൈൻ തീറ്റ. അത് നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു. അപ്പോൾ ഇവിടെയും കുന്തം രൊമ്പ മുഖ്യം, ഇന്ത കുന്തം അങ്ക പോടുങ്ക ഗൈസ്. ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്, നമ്മൾ ഈ റെഡ് കളറിൽ വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിലുള്ള നമ്പേഴ്സിനെ എടുക്കാവൂ. അതിൽ വി കോസ് തീറ്റ ഇങ്ങോട്ട്, വി കോസ് തീറ്റ അങ്ങോട്ട്, വി കോസ് തീറ്റ ഇങ്ങോട്ട്, വി കോസ് തീറ്റ അങ്ങോട്ട് പോകുന്ന വി കോസ് തീറ്റയ്ക്ക് ഒരു മൈനസ് സൈൻ നമ്മൾ എക്സ്ട്രാ ഇടണം. മറന്നു പോകരുത്, ഒരു മൈനസ് സൈൻ ഓപ്പോസിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണ് മക്കളെ? ഓക്കെ, ഇനി ഫോഴ്സിൻ്റെ ഫോർമുലയിലേക്ക് പോവാം. ഫോഴ്സിൻ്റെ ഫോർമുല എന്തുവാ? ഇതൊക്കെ എന്തോന്ന് എടുത്തുകളാം. അപ്പോൾ ഫോഴ്സിൻ്റെ ഫോർമുല എന്തുവാ? എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആദ്യം ഇങ്ങോട്ട് വി കോസ് തീറ്റ, രണ്ടാമതാണ് മൈനസ് വി കോസ് തീറ്റ അങ്ങോട്ട്. ഓക്കെ, അപ്പം ഫൈനൽ വെലോസിറ്റി മൈനസ് വി കോസ് തീറ്റ, പിന്നെ ഈ ഫോർമുല ഡിമാൻഡ് ചെയ്യുന്ന മൈനസ് രണ്ടാമത് ഇനിഷ്യൽ വെലോസിറ്റി വി കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ടൈം ഗൈസ്. ഇനി നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു മൈനസ് വി കോസ് തീറ്റ മൈനസ് 2v cos theta divided by time. F is equal to minus 2mb cos theta by t എന്ന് കിട്ടി ഗൈസ്. ഇത്രയേ ഉള്ളൂ. അടിപൊളി. വീഡിയോസ് അങ്ങോട്ട് ഷെയർ ചെയ്യൂ. ഓക്കെ, ബൈ.